അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാമെന്ന് പറഞ്ഞാൽ റാമൻ ആൻഡ് ബ്രില്ലോയിൻ ഫൈബർ ആംപ്ലിഫയേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് റാമൻ ആൻഡ് ബ്രില്ലോയിൻ യൂസ് ചെയ്യുന്ന എന്താണ് നമ്മുടെ നോൺ ലീനിയർ ഇഫക്ട്സ്, അതായത് നോൺ ലീനിയർ ഇഫക്ട്സിന്, അതായത് ഡിസഡ്വാൻറ്റേജസ് ആയിട്ടുള്ള അങ്ങനത്തെ ഇഫക്ട്സിനെ നമ്മൾ എന്താണ് അഡ്വാൻറ്റേജസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, അതാണ് ഇവിടെ നടക്കുന്നത്. സോ റാമൻ ആംപ്ലിഫിക്കേഷൻ എക്സിബിറ്റ്സ് അഡ്വാൻറ്റേജ് ഓഫ് സെൽഫ് ഫേസ് മാച്ചിങ് ആണുള്ളത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. Non-linear effects within optical fiber may also be employed to provide optical amplification. Such amplification can be achieved by using stimulated Raman scattering, stimulated Brillouin scattering, or stimulated 4-photon mixing, giving parametric gain by injecting a high-power laser beam into undoped or doped optical fiber. അപ്പോൾ 3 ടൈപ്പാണുള്ളത്. സ്റ്റിമുലേറ്റഡ് റാമൻ സ്കാറ്ററിങ്ങും സ്റ്റിമുലേറ്റഡ് ബ്രില്ലോയിൻ സ്കാറ്ററിങ്ങും അല്ലെങ്കിൽ സ്റ്റിമുലേറ്റഡ് 4-photon mixing. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് റാമനും ബ്രില്ലോയിനും മാത്രമാണ്. Among this, Raman amplification exhibits advantages of self-phase matching, അതായത് between the pump and signal together with a broad gain bandwidth or high speed response in comparison. അപ്പോൾ അത് തമ്മിൽ ഒരു സെൽഫ് ഫേസ് മാച്ചിങ് ആണ് അവിടെ ഉള്ളത്. In particular, the broad gain bandwidth associated with Raman amplification is attractive for current wavelength division multiplexing. അപ്പോൾ wavelength division multiplexിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മുടെ Raman amplification മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്, because it provides an amplification or it provides a gain over the entire fiber bandൽ നമുക്കതിൻ്റെ ഗെയിൻ കിട്ടും. The pump's optical wavelengths in Raman fiber amplifiers are typically 500 per centimeter higher in frequency than the signal to be amplified. അതായത് ആംപ്ലിഫൈ ചെയ്യേണ്ട സിഗ്നലിനെക്കാട്ടിലും എത്ര കൂടുതലാണ് അതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 500 per centimeter, അത്രയും കൂടുതലായിരിക്കും അതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. സ്കീമാറ്റിക് ഓഫ് അതുപോലെ തന്നെ എന്താണ് ഫോർവേഡ് ഡയറക്ഷനിലോ ബാക്ക്വേർഡ് ഡയറക്ഷനിലോ ആവാം ഇതിൻ്റെ പമ്പിംഗ് സിഗ്നൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഫിഗർ ഞാൻ കാണിക്കാം. Okay. Moreover, the continuous wave Raman gains exceeding 20 decibel have been demonstrated experimentally in silica fiber, which in principle exhibits a broad spectral bandwidth of up to 100 nanometer. അപ്പോൾ നമ്മൾ നോർമൽ സിലിക്ക ഫൈബർ ആണെങ്കിൽ അപ് ടു 20 ഡെസിബൽ വരെ നമുക്കുള്ള ഗെയിൻസ് നമുക്ക് കിട്ടും. ഓക്കെ, ഇൻ അഡീഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലൂറൈഡ് ഗ്ലാസ് ഫൈബേഴ്സ് ആണെങ്കിൽ നമുക്ക് അപ് ടു 40 ഡെസിബൽ വരെ ഗെയിൻ കിട്ടുന്ന രാമൻ ഷിഫ്റ്റ് നമുക്ക് ഉണ്ട്, രാമൻ ആംപ്ലിഫിക്കേഷൻ ഉണ്ട്. Raman fiber amplification have been investigated for WDM system applications. For example, the simultaneous amplification using 60 milliwatt pump power of 3 DFB laser diodes operating at wavelength 1300 and 1500 nanometer windows provides each channel with a 5 gain. അതായത് നമ്മൾ നോർമലി വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലെക്സിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്, റാമൻ ആംപ്ലിഫിക്കേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഫിഗർ, അതായത് ഫോർവേഡ് ഡയറക്ഷനിലാകാം അല്ലെങ്കിൽ ഇതാ ബാക്ക്വേർഡ് ഡയറക്ഷനിലാകാം നമ്മുടെ പമ്പിംഗ് ആക്ഷൻ എന്ന് പറയുന്നത്, അതായത് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും. The Raman gain GR is dependent on a number of factors including the fiber length, the fiber attenuation and the fiber core diameter. It may be expressed as a function of optical pump power PP. അപ്പോൾ ഗെയിൻ റാമൻ ഗെയിൻ GR എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് ദ പമ്പ് പവർ അടക്കമുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പോണൻഷ്യൽ ഓഫ് GR into PP into LEF, അതായത് L effective divided by AEF into K. GR is the power Raman gain coefficient. AEF and LEF are the effective fiber core cross-sectional area and length respectively, and K is the numerical factor that accounts for polarization scrambling between the optical pump and the signal. The term GR divided by AEF K represents Raman gain efficiency measured in watt per kilometer. അപ്പോൾ നമുക്ക് ഈ GR divided by AEF K എന്ന് വെച്ചാൽ നമുക്ക് എന്താ റാമൻ ആംപ്ലിഫയറിന്റെ ഗെയിൻ ആണ്. ഓക്കെ, അത്രയും ടേം ഇൻറ്റു എന്താണ് നമ്മൾ വരുന്നത് PP ഇൻറ്റു L എഫക്റ്റീവ്, അതാണ് നമ്മുടെ GRന്റെ അല്ലെങ്കിൽ റാമൻ ഗെയിൻ എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, ഇനി ഈ ഫിഗറിൽ കാണിച്ചിരുന്ന റാമൻ ഗെയിൻ ഡിപ്പെൻഡ്സ് ഓൺ ഫൈബർ ലെങ്ത്, അതായത് ഫൈബറിന്റെ ലെങ്തിനെയും പമ്പ് ലോസിനെയും എങ്ങനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഫിഗറിൽ നിന്നും it may be observed that the Raman gain becomes larger as the fiber length increases up to 50 km, where asymptotically it reaches a constant value. Moreover, it is clear that higher Raman gains can be obtained with lower power loss. അപ്പോൾ ലോവർ ലോസ് ഫൈബേഴ്സ് ആണെങ്കിൽ നമുക്ക് ഹയർ ഗെയിൻ കിട്ടും. അതേപോലെ തന്നെ
50 കിലോമീറ്റർ വരെ ഇൻക്രീസ് ചെയ്യുന്നത്, അതായത് ഫൈബറിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, അതൊരു കോൺസ്റ്റന്റ് വാല്യൂ അല്ലെ. മോർ ദാൻ 50 ആകുമ്പോഴത്തേക്ക് എന്താണ്, പിന്നെ എത്ര ലെങ്ത് ആണെങ്കിലും നമുക്കൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് അല്ലെ. ഇവിടെ നോക്കി എല്ലാത്തിനും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് കിട്ടുന്നത്. It is also the case that the Raman gain is increased as the fiber core diameter is decreased. Fiber core diameter എത്രമാത്രം ഡിക്രീസ് ചെയ്യുന്നു അത്രമാത്രം ഗെയിൻ ഇൻക്രീസ് ചെയ്യാം. Nevertheless, in general, the optical pump power required for Raman amplification tends to be high. Okay. അതായത് നമുക്ക് കൊടുക്കേണ്ട പവർ, ഹൈ പവർ യൂസ് ചെയ്താലേ നമുക്ക് ഹൈ ഗെയിൻ കിട്ടത്തുള്ളൂ. രാമൻ ഫൈബർ ആംപ്ലിഫയേഴ്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2 മെയിൻ കാറ്റഗറീസ്. ഒന്ന് ഡിസ്ക്രീറ്റും അല്ലെങ്കിൽ മറ്റൊന്ന് ഡിസ്ട്രിബ്യൂട്ടഡും. ഡിസ്ക്രീറ്റ് രാമൻ ആംപ്ലിഫയേഴ്സ് ആർ ഓൾസോ കോമൺലി റെഫേർഡ് ആസ് ലംപ് രാമൻ ആംപ്ലിഫയേഴ്സ് സിൻസ് ദീസ് ഡിവൈസസ് ആർ യൂസ്ഡ് ആസ് a lumped element inserted into the transmission line to provide gain. അപ്പോൾ ഡിസ്ക്രീറ്റ് റാമൻ ആംപ്ലിഫയേഴ്സിനെ നമ്മൾ ലംപ് റാമൻ ആംപ്ലിഫയേഴ്സ് എന്ന് പറയുന്നത് ബിക്കോസ് ആ ഡിവൈസസിൽ, അതായത് ഒരു ലംപ്ഡ് എലമെന്റ് ആയിട്ട് ഈ ട്രാൻസിഷൻ ലൈനിൽ ഒരു ലംപ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെയുള്ള ആ ഒരു ഡിവൈസ് ആയതുകൊണ്ട് നമുക്കതിനെ ലംപ്ഡ് എലമെന്റ് ലംപ് റാമൻ ആംപ്ലിഫയേഴ്സ് എന്നും പറയാറുണ്ട്. In this case, all the pump power is confined to the lumped element whereas it is distributed when the amplification takes place along several kilometers. അപ്പോൾ ആംപ്ലിഫിക്കേഷൻ ഒരുപാട് ഡിസ്റ്റൻസിൽ നമുക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലംപ്സ് എന്ത് ചെയ്ത് കൊടുക്കും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. Therefore, അതിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് രാമൻ ആംപ്ലിഫയേഴ്സ് എന്ന് പറയുന്നത്. Therefore, distributed Raman amplifiers extends the pump power into the transition line. അപ്പോൾ കംപ്ലീറ്റ് ലൈനിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. Both lumped and distributed Raman amplifiers can be combined for use in wideband applications where their combined application increases the overall amplifier spectral bandwidth, and such devices are referred to as hybrid Raman amplifiers. അപ്പോൾ ഈ രണ്ടെണ്ണം ഡിസ്ട്രിബ്യൂട്ടഡും ലംപ്ഡ് ഒന്നിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹൈബ്രിഡ് രാമൻ ആംപ്ലിഫയേഴ്സ് എന്ന് പറയുന്നത്. In Raman amplifiers, the AAC contributes most of the noise since the common sources of noise includes beating of the signal with AAC and also generation from non-linearities caused by the medium such as 4-wave mixing, self-phase modulation and cross-phase modulation. അപ്പോൾ ഇതിനകത്തുണ്ടാകുന്ന മെയിൻ നോയ്സസ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. Moreover, the length of the fiber can directly influence the noise. അതുപോലെ തന്നെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് നോയ്സും കൂടും. നെക്സ്റ്റ് ആണ് വരുന്നത് സ്റ്റിമുലേറ്റഡ് ബ്രില്ലോയിൻ സ്കാറ്ററിംഗ് ഈസ് വെരി എഫിഷ്യൻറ്റ് നോൺ ലീനിയർ ആംപ്ലിഫിക്കേഷൻ മെക്കാനിസം ദാറ്റ് പ്രൊവൈഡ് ഹൈ ഗെയിൻ അറ്റ് മോഡസ്റ്റ് ഒപ്റ്റിക്കൽ പമ്പർ. അപ്പം നേരത്തെ രാമനിലെ പോലെ ഹൈ പവർ വേണ്ട, ഒരു മോഡസ്റ്റ് പവറിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, ഹൈ ഗെയിൻ പ്രൊവൈഡ് ചെയ്യാം. However, it results from the scattering process in which the pump wavelength is often only around 20 gigahertz distance from the frequency of the optical signal to be amplified. അപ്പോൾ നോർമലി എന്താ ചെയ്യുന്നത്, സ്കാറ്ററിംഗ് പ്രോസസ്സ് ആയത് കാരണം, സ്കാറ്ററിംഗ് പ്രോസസ്സിൽ നിന്ന് റിസൾട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓൺലി അറൌണ്ട് 20 ഗിഗാഹെർട്സ് ഡിസ്റ്റൻസ്, ആ ഒരു ഡിസ്റ്റൻസിന്, ആ ഒരു ബിറ്റ് റേറ്റിനെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മോർ ഓവർ ഇറ്റ് ഈസ് നാരോ ബാൻഡ് പ്രോസസ് ആൻഡ് ദ ഗെയിൻ ബാൻഡ്വിഡ്ത്ത് മേ ഓൺലി ബി ഇൻ ദ റേഞ്ച് ഓഫ് 15 to 20 മെഗാഹെർട്സ്. അപ്പോൾ ഗെയിനും എന്തായിരിക്കും, നമുക്ക് 15 to 20 മെഗാഹെർട്സ് ആ ഒരു റേഞ്ചിലാണ് വരിക. ഇൻ സിലിക്കൺ ഫൈബർ അറ്റ് വേവ് ലെങ്ത് ഓഫ് 1.5 മൈക്രോമീറ്റർ, അതായത് 1.5 മൈക്രോമീറ്റർ അത്രയും കുറവ് വേവ് ലെങ്തിന്റെ കേസാണ് ഇവിടെ വരുന്നത്. അതായത് നാരോ ബാൻഡ് പ്രോസസ് ആണിത്. The limitation on the spectral bandwidth in a pure silica fiber is about 50 megahertz, which fundamentally restricts the use of Brillouin amplifiers to relatively low speed communication. അതുകൊണ്ട് തന്നെ നമുക്ക് ലോ സ്പീഡ് കമ്മ്യൂണിക്കേഷൻ ആണ് Brillouin amplifiers generally യൂസ് ചെയ്യുന്നത്. Although it is possible to extend the spectral bandwidth to 100 to 200 megahertz with germanium doping of the fiber core, it does not significantly alleviate this problem. Nevertheless, when the fiber is pumped with a CW laser at a power in the ranges of 5 to 10 milliwatt, in excess of 15 decibel can be obtained. അപ്പോൾ നമ്മളൊരു CW ലേസർ പമ്പ് ചെയ്ത് കൊടുക്കുകയാണ് എങ്കിൽ നമുക്ക് അഡീഷണലി ഒരു 15 ഡെസിബൽ കൂടി ഗെയിൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. A very precise frequency difference of around 11 gigahertz, however, must be maintained between the optical pump and the signal to ensure that the Brillouin scattering phenomenon continues to be unabated. അപ്പോൾ ബ്രില്ലോയിൻ സ്കാറ്ററിംഗ് പ്രോപ്പർ ആയിട്ട് നടക്കുന്നു എന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, ഒരു ഫ്രീക്വൻസി ഡിഫറൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് നമ്മുടെ ഒപ്റ്റിക്കൽ പമ്പും നമ്മുടെ ആംപ്ലിഫൈ ചെയ്യേണ്ട സിഗ്നലും തമ്മിലൊരു കറക്റ്റ്, അതായത് 11 GHz അങ്ങനെ തന്നെയാണ്, അത്രയും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഈ ബ്രില്ലോയിൻ സ്കാറ്ററിംഗ് പ്രോപ്പർ ആയിട്ട് നടക്കത്തുള്ളൂ. ദിസ് ഫൈബർ ആംപ്ലിഫൈ ടൈപ്പ് therefore perceived to have a rather restricted range of
ആപ്ലിക്കേഷൻസ്. അതുകൊണ്ട് തന്നെ ഇത്രയും ഡിഫിക്കൽട്ടാണ് അതിൻ്റെ പ്രോസസ്സിംഗ് എന്നൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത് ലിമിറ്റഡ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. However, the narrowband process could be useful in provision to tunable filters within WDM system. പക്ഷേ WDM സിസ്റ്റത്തിനകത്തെ ട്യൂണബിൾ സിസ്റ്റം, അതായത് ഒരു പെർട്ടിക്കുലർ റേഞ്ച് മാത്രം വരുന്ന കാര്യമാണെങ്കിൽ ഇത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ പ്രൊവൈഡ് ചാനൽ സെലക്ഷൻ ബൈ അലോവിങ് ആംപ്ലിഫിക്കേഷൻ ഓഫ് എ പെർട്ടിക്കുലർ ചാനൽ വിത്തൗട്ട് ബൂസ്റ്റിംഗ് അതർ നിയർബൈ ചാനൽസ്. അപ്പോൾ നമുക്ക് ഒരു ചാനൽ, കുറേ ചാനൽസ് ഉള്ളതെന്ന് ഒരു പെർട്ടിക്കുലർ ചാനൽ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബാൻഡിൽ, അതായത് അപ്പോൾ ഓരോ ചാനലിലും നമുക്ക് എന്താ ഉള്ളത്, ഡിഫറെൻറ്റ് റേഞ്ച് ഓഫ് വേവ് ലെങ്ത് ആണ്, ഡിഫറെൻറ്റ് റേഞ്ച് ഓഫ് ബാൻഡ് വിഡ്ത്ത് ആണ് വരുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ബാൻഡ് വിഡ്ത്ത് മാത്രം ഇതെന്ത് ചെയ്യും, ആംപ്ലിഫൈ ചെയ്യും. അതല്ല ഇവിടെ അതിൻ്റെ ഡ്രോബാക്ക് പറഞ്ഞത്, ഒരു വളരെ ചെറിയ ബാൻഡ് വിഡ്ത്തിൽ അത് ആംപ്ലിഫൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം ആ ആംപ്ലിഫൈ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ചാനലാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറേ ചാനൽസിൽ നിന്ന് നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാം. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എക്സാമ്പിൾ, a possible limitation of Brillo in amplification, however, for bidirectional WDM application results from crosstalk due to Brillouin gain if the frequency difference between the counter propagating waves coincides with the Brillouin shift of around 20 GHz. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് പറയുന്നത്, അതായത് വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലെക്സിനകത്ത് യൂസ് ചെയ്യുമ്പോഴും ഇതിന് ഡിസഡ്വാൻറ്റേജ് ഉണ്ടാകും. കാരണം ക്രോസ് ടോക്ക് കാരണം, അതായത് ഈ ചാനൽസ് ചൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ആ രണ്ടെണ്ണം, അതായത് നമ്മുടെ ആംപ്ലിഫൈ ചെയ്യുന്ന ചാനലും അതുപോലെ തന്നെ നമ്മുടെ ആംപ്ലിഫൈ ചെയ്യുന്ന, അതായത് ബ്രില്ലോയിൻ ഗെയിനും ആ ഒരു ഫ്രീക്വൻസി ഡിഫറൻസ് നമ്മൾ പറഞ്ഞു, നമ്മുടെ പമ്പും നമ്മുടെ സിഗ്നലും തമ്മിലുള്ള ഫ്രീക്വൻസി ഡിഫറൻസ്, അതിൻ്റെ ഒരു പ്രോബ്ലം കാരണം, അല്ലെങ്കിൽ 20 GHz ആ ഒരു റേഞ്ചിൽ വരുന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെയും നമുക്ക് ആ പ്രോബ്ലം പറ്റും. അതായത് ചാനൽസ് പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. ദ പവർ ലെവൽ അറ്റ് വിച്ച് സിഗ്നിഫിക്കൻറ്റ് ക്രോസ് ടോക്ക് ക്യാൻ ഒക്കർ ഈസ് ഓൺലി of the order of 100 microwatt. Fortunately, since the Brillouin gain bandwidth is particularly narrow, such crosstalk can generally be avoided by a correct choice of signal wavelengths. അപ്പം ആ സിഗ്നൽ വേവ് ലെങ്സ്, അതായത് നമ്മൾ ചാനലിൻ്റെ വേവ് ലെങ്ത് നമ്മൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്തില്ല എങ്കിൽ അപ്പോഴാണ് ഈ ഇൻ്റർഫറൻസ് സംഭവിക്കുന്നത്. അതായത് ഒരു ചാനൽ ചൂസ് ചെയ്യേണ്ട സ്ഥലത്ത് മറ്റതിൻ്റെ ഒരു ഭാഗം കൂടെ അങ്ങനെ ഒരു വരുന്നത് വേവ് ലെങ്ത് കറക്റ്റായിട്ട് നമ്മൾ ചൂസ് ചെയ്തില്ല എങ്കിലാണ്. നമ്മളത് കറക്റ്റായിട്ട് ചൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ ബ്രില്ലോയിൻ വളരെ നാരോയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ്. ഇൻ അഡീഷൻ, ദിസ് നാരോ ബാൻഡ്വിഡ്ത്ത് ക്യാൻ പ്രൂവ് യൂസ്ഫുൾ ഫോർ ട്യൂണബിൾ ഫിൽറ്റേഴ്സ്. അതുകൊണ്ട് പക്ഷേ നമുക്ക് ട്യൂണബിൾ ആണ് എങ്കിൽ അങ്ങനെയുള്ള സംഭവത്തിന് നമുക്കിത് ചാനൽ സെലക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ കറക്റ്റായിട്ട് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ, വേവ് ലെങ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ. ഇത് രാമൻ ആംപ്ലിഫയറിൻ്റെ സ്ട്രക്ചറാണ്. സ്ട്രക്ചർ ഓഫ് എ രാമൻ ആംപ്ലിഫയർ വേവ് ഗൈഡ് റിപ്രിൻറ്റഡ് വിത്ത് എർബിയം ഡോപ്ഡ് വേവ് ഗൈഡ്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന രാമൻ ആംപ്ലിഫയേഴ്സും എർബിയം ഡോപ്ഡ് വേവ് ഗൈഡ് ആംപ്ലിഫയറിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്.